ആ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കാൻ അച്ഛൻ അവളോട് പറയരുത്. എടാ, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. പോലീസ് ജോലി ഇത്രയ്ക്ക് ശരിയാവില്ല. അച്ഛാ, കഠിനമായി പരിശ്രമിച്ച ഏത് ജോലി നമുക്ക് വഴങ്ങും. ഇത് അച്ഛൻ തന്നെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. ഗോമതി, ഇവനെന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തത്? അച്ഛൻ പറയുന്നതൊന്നും അനുസരിക്കേ. എന്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും വേണ്ട. മിത്ര, അച്ഛൻ പറഞ്ഞതിന്റെ പേരില് താൻ തന്നെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറരുത്. ഇവൻ പോലീസ് ആവന്നെ വേണം. എന്നെ എതിർത്ത് ഇവിടെ ഒരാൾ സംസാരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അച്ഛനെ എതിർക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. മിത്രയുടെ ആഗ്രഹം നടത്തിയെടുക്കാൻ. അച്ഛൻ, നീ എന്തായി കാണിച്ചത്? അച്ഛൻ നിന്നെ നല്ലതിനിടയല്ലേ പറയുന്നേ? എന്റെ ആനന്ദേട്ടാ, അത് അവന്റെ കാര്യമല്ലേ പറഞ്ഞേ. എടാ, അച്ഛന്റെ ആഗ്രഹം പോലെ ജീവിക്കേണ്ടത് നമ്മൾ മക്കളുടെ കടമയാണ്. എടാ, നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അത്? അച്ഛനൊരു വട്ടം വരച്ചിട്ടേ ആ വട്ടത്തിനകത്തൊന്ന് ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് സ്നേഹമല്ല, അടിമത്തോ. എടാ, ഇവന് ഞാൻ സപ്പോർട്ടാ. അച്ഛനെ എതിർത്തോണ്ടോ? നിങ്ങൾ രണ്ടാളും ഇതിന്റെ പേര് തമ്മി തല്ലണ്ട. ആകാശേ, ആനന്ദേ, രണ്ടുപേരും അടങ്ങ്. നീ മിത്രയും കൊണ്ട് മുറിയിലേക്ക് പോ. എന്തുവാടാ, കേറി പോ. ഞാൻ കാരണം ആരും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടരുത്. മിത്ര, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ സ്വപ്നം നടത്തിയെടുക്കാനുള്ള ആര്യന്റെ ശ്രമങ്ങൾ കാരണമല്ലേ ഈ വീട്ടില് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിന് മാത്രം ഇവിടെ എന്ത് സംഭവിച്ചെന്നാ താൻ പറയുന്നത്? എന്ത് സംഭവിച്ചെന്നോ? അങ്കിളുമായിട്ട് ആര്യ നേർക്ക് നേരെ വാഗ്വാദത്തിലേക്ക് വരെ പോയില്ലേ? എന്നിട്ടും ചോദിക്കുന്നത് എന്ത് സംഭവിച്ചെന്നാണോ? അതൊന്നും താൻ ശ്രദ്ധിക്കണ്ട. ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ശ്രദ്ധിക്കരുത്, അതാണ് തനിക്ക് നല്ലത്. ശ്രദ്ധിക്കരുതെന്നോ? ആര്യൻ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. തന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കാനാണോ തീരുമാനം? അതാ ശരിയെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ താൻ എന്തിനാ വെറുതെ തന്റെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോകും? ഞാൻ എന്റെ സ്വപ്നങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും പിന്മാറുന്നത് ആര്യനെ വേദനിപ്പിക്കില്ലേ? ഈ സ്വന്തം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ഒരാളെ എന്നെ കുറിച്ച് എന്തിനാ ആലോചിക്കുന്നത്? എനിക്ക് വേണ്ടിയല്ലേ ആര്യൻ അങ്കിളിനോട് വഴക്കിട്ടത്? അവസാനം ഞാൻ പിന്മാറുക എന്ന് പറഞ്ഞ അത് ആര്യനോട് ചെയ്യുന്ന തെറ്റല്ലേ? തന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണോ, അതോ തന്റെ ഇഷ്ടത്തിന്, തന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കാനുള്ളതാണോ? താൻ അതിന് മാത്രം ഉത്തരം പറ. പെട്ടെന്ന് ഉത്തരം പറയണമെന്നില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച അതിനുവേണ്ടി നടത്തുന്ന ഒരു പോരാട്ടവും പാഴായി പോവില്ല. തന്റെ സ്വപ്നങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ താൻ തയ്യാറാണെങ്കിൽ ഇനി എന്ത് വേണമെന്ന് സമാധാനമായിട്ട് താൻ തന്നെ ആലോചിക്കും. മോനെ, എടാ, അച്ഛനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അച്ഛൻ കടയിൽ എന്തെങ്കിലും തിരക്കിലാവുമേ, അല്ലെങ്കിൽ സാധനം വാങ്ങാൻ പോയിട്ടുണ്ടാവും. എത്ര തിരക്കിലാണെങ്കിലും പാലേട്ട് ഞാൻ വിളിച്ച ഫോൺ എടുക്കാറുള്ളതാ. ഇതിപ്പോ എന്തു പറ്റിയെന്നറിയില്ല. പാലേട്ട് ഞാൻ വിളിച്ച ഫോൺ എടുക്കാറുള്ളതാ. ഇതിപ്പോ എന്തു പറ്റിയെന്നറിയില്ല. നീ എന്തിനാ അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്?